Hi friends, so myself Ashish. Today we are going to start a new knowledge sharing channel പഠിക്കാൻ വരുമോ. ആക്ച്വലി ഇതിന്റെ നെയിമിലൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം നമ്മളെല്ലാവരും കേരളൈറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് ചെറുപ്പം മുതൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, പഠിക്കാൻ വരുവാടാ അല്ലെ. അപ്പൊ ആ പഠിക്കാൻ വരുമോ എന്നുള്ള ഒരു പേരിൽ നിന്നാണ് ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുന്നത്. സിമിലർ ആയിട്ട് അതേപോലെ നമ്മൾ ഈ ചാനലിലൂടെ നോളേജ് ഷെയറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അറിയാവുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സോ ഇറ്റ് മേ ബി യൂസ്ഫുൾ ടു സം ഓഫ് യു. ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയുന്ന കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണത്. സോ ആസ് എ സ്റ്റാർട്ടിങ് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സി വാട്ട് യു മീൻ ബൈ ലോജിക്. എല്ലാ സ്ഥലത്തും ഒരു പ്രോഗ്രാം പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് പഠിക്കാൻ പോകുമ്പോൾ സ്റ്റുഡൻസ് ബാക്കിലോട്ട് പോകാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് വലിയ എന്തോ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ലോജിക്, അല്ലെങ്കിൽ വലിയ എന്തോ ഒരു മേഖലയാണ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് പ്രോഗ്രാമിംഗ് എന്നൊക്കെയാണ്. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് എ സിമ്പിൾ വൺ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് സാധിക്കും. സി ലോജിക് ഈസ് പ്രസന്റ് ഇൻ എവറി ഹ്യൂമൻ ബീങ്, ബട്ട് വി ഹാവ് ടു എക്സ്പ്ലോർ ഇറ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അകത്തുള്ള ആ ഒരു ലോജിക്കിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ ഉള്ള ഒരു വീഡിയോ ആണ്. ഇറ്റ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു ദ പ്രോബ്ലം സോൾവിങ്. അപ്പൊ അതിനുള്ള ഒരു സ്റ്റെപ്സ് ആണ് ഏറ്റവും ആദ്യത്തെ വീഡിയോയിലൂടെ പറയുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ലോജിക്കിനെ നമ്മൾ ക്രാക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ലോജിക്കുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ടോപ്പിക്കാണ് പ്രോബ്ലം സോൾവിങ് എന്ന് നമ്മൾ പറയുക. സാധാരണഗതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇഫ് യു ആർ സോ മച്ച് എക്സ്പേർട്ട് ഇൻ പ്രോഗ്രാമിംഗ് ദെൻ ഓക്കെ, നമുക്ക് മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ആസ് എ ബിഗിനർ നമ്മളൊരു പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോഡിംഗ് സെക്ഷനിലേക്ക് ഒരിക്കലും പോകരുത്. നമ്മളൊരു ഐഡിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കയറി ഡയറക്റ്റ് ആയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കോഡ് ചെയ്യരുത്. അതിന് മുന്നേ ഒരു ബിഗിനർ ചെയ്യേണ്ട കുറച്ച് ടാസ്കുകളുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണോ അതിനെപ്പറ്റി പൂർണ്ണമായി മനസ്സിലാക്കിയെടുക്കുക. സോ ദർ കംസ് ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദി പ്രോബ്ലം. ദെൻ അതിനുശേഷം ആ പ്രോബ്ലം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യും. ആ പ്രോബ്ലത്തിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആണ് നമ്മുടെ മൈൻഡിൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. ആ സൊല്യൂഷനിൽ നിന്ന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. എല്ലാ സൊല്യൂഷൻസും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും കറക്റ്റ് ആയിട്ട് അബൌട്ട് 90% പെർഫെക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. സി വി ആർ ആൾ ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സൊല്യൂഷൻ എപ്പോഴും ഒരു ഐഡിയൽ സൊല്യൂഷൻസ് അല്ലെങ്കിൽ 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ സൊല്യൂഷൻ നമ്മൾ എടുക്കുക, അതിനുശേഷം നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യാം. ആ സൊല്യൂഷനെ നമ്മൾ ഡിസൈൻ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു ഡിസൈനിങ് ഫേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി കോഡിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷനിലേക്ക് പോകുക. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളുണ്ട്. ഇതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു വീട് കെട്ടാൻ പോകുമെന്ന് വിചാരിക്കുക. വീട് കെട്ടുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നുണ്ട് വീടിന്റെ ഒരു പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്യും. നമുക്കൊരു വീട് നമ്മൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും. ആ സ്ക്വയർ ഫീറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ ഡെവലപ്പ് ചെയ്യും, അല്ലെ. അല്ലാതെ നമുക്ക് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം കെട്ടിക്കഴിയുക എന്നുള്ളതിനെ നമ്മൾ ഇവിടുത്തെ കോഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുക. ഒരു വീട് നമ്മൾ ഫുൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിനകത്തുള്ള ഏതെങ്കിലും ഒരു പോർഷൻസ് നമുക്ക് വെട്ടിപ്പൊളിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ വി ഹാവ് ടു മേക്ക് എ പ്രോപ്പർ പ്ലാൻ ആൻഡ് ഡിസൈൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ മൂവ് ഓൺ ടു ദ കോഡിംഗ് സെക്ഷൻ, അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുക, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഡിഫറെന്റ് ഇമ്പോർട്ടന്റ് ഫേസുകൾ എന്തൊക്കെയാണ്. അപ്പൊ ഈ ഫേസുകൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ലോജിക്കിനെ ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ലോജിക് ഈസ് പ്രസന്റ് ഇൻ എവറി ഹ്യൂമൻ ബീങ്സ് ആൻഡ് വി ഹാവ് ടു എക്സ്പ്ലോർ ഇറ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫേസസ് ആണ് പ്രോബ്ലം സോൾവിംഗ് ഫേസ്, ഇംപ്ലിമെന്റേഷൻ ഫേസ് ആൻഡ് മെയിൻ്റനൻസ് ഫേസ്. ഏറ്റവും ഫസ്റ്റ് സെക്ഷൻ ആണ് പ്രോബ്ലം സോൾവിംഗ് ഫേസ് എന്ന് പറയാം. അപ്പോൾ എന്താണ് പ്രോബ്ലം സോൾവിംഗ് ഫേസ്? നമ്മൾക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാമിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് പ്രോബ്ലം എന്ന് വിളിക്കുക. അപ്പൊ ആ പ്രോബ്ലത്തിനെ പറ്റിയിട്ട് പൂർണ്ണമായി മനസ്സിലാക്കുക. അതിനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുക. പ്രോബ്ലം സോൾവിംഗ് ഫേസിനകത്തുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ. ഹിയർ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം ആൻഡ് വാട്ട് ദ സൊല്യൂഷൻ മസ്റ്റ് ഡു. പ്രോബ്ലത്തിനെ പറ്റിയിട്ട് ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. സി, നമുക്കൊരു പ്രോബ്ലം കിട്ടുകയാണ്. വി ഹാവ് ടു ഫൈൻഡ് വെദർ ദ ഗിവൺ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൺ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓഡ് ഓർ ഈവൺ പ്രോഗ്രാം ചെയ്യാനല്ല തുടങ്ങേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഓഡ് അല്ലെങ്കിൽ എന്താണ് ഈവൺ എന്ന് വ്യക്തമായി നമ്മുടെ മനസ്സിൽ ഒരു ധാരണ ഉണ്ടായിരിക്കണം. See, as we know, 1, 3, 5, 7, etc. is called as an odd number. 2, 4, 6, 8 is called as an even number. അത് നമുക്കറിയാം. പക്ഷെ എങ്ങനെയാണ് അത് ഓഡ് ആണെന്നും എങ്ങനെയാണ് ഇത് ഈവൺ ആണെന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിന്റെ കോർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. സി, ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 0 എന്ന് പറഞ്ഞൊരു റിമൈൻഡർ കിട്ടുകയാണെങ്കിൽ നമുക്ക്
ഉറപ്പുവരുത്താൻ സാധിക്കും നമ്മുടെ കയ്യിൽ ഇൻപുട്ടായിട്ട് വന്നിരിക്കുന്ന നമ്പർ ഈവൺ നമ്പറാണ്, റിമൈൻഡർ 0 ആണെങ്കിൽ. ഒരു റിമൈൻഡർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ 0 അല്ല റിമൈൻഡർ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും അതൊരു ഓഡ് നമ്പർ കാറ്റഗറിയാണ്. അപ്പോൾ അതാണ് അതിന്റെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരുപാട് സൊല്യൂഷൻസ് ജനറേറ്റഡ് ആവും അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ, ദെൻ നെക്സ്റ്റ് കംസ് അപ്പ് ടു അൽഗോരിതം. നമ്മൾ ഈ മനസ്സിലാക്കി എടുത്ത കാര്യങ്ങളെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ലോജിക്കലി ആൻഡ് മീനിങ് കണക്റ്റഡ് ആയിട്ട് മെൻഷൻ ചെയ്യണം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യണം. ഇതിനെയാണ് നമ്മളൊരു ജനറൽ സൊല്യൂഷൻസ് ഓർ അൽഗോരിതം എന്ന് പറയുക. സീക്വൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് അൽഗോരിതം എന്ന് പറയുക. നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഓരോ സ്റ്റേജിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് വ്യക്തമായി പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുക. ഇതിനെ നമുക്കൊരു അൽഗോരിതം എന്ന് പറയാം. നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം, നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് കുറെ പേജസ് നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നമ്മൾ അത്രയും വായിച്ച കാര്യത്തിനെ ഒരു പിക്ചറിന്റെ രൂപത്തിൽ നമുക്ക് കാണുകയാണെങ്കിൽ എന്താ വളരെ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ ദർ കംസ് ഇമ്പോർട്ടൻസ് ഓഫ് എ ഫ്ലോ ചാർട്ട്. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന അൽഗോരിതത്തിന്റെ പിക്ടോറിയൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻസ്. അപ്പൊ കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആണ്, എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറൽ സൊല്യൂഷനിനകത്ത് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെയാണ് നമ്മുടെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വരിക. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ വെരിഫൈ ചെയ്യുക. എന്തിനാണ് നമ്മൾ വെരിഫൈ ചെയ്യുക? ഫോളോ ദ സ്റ്റെപ്സ് എക്സാക്ട്ലി ടു സീ ഇഫ് ദ സൊല്യൂഷൻ ഡസ് സോൾവ് ദ പ്രോബ്ലം. നമ്മളൊരു പ്രോബ്ലത്തിനെ മനസ്സിലാക്കി അതിനുശേഷം അതിനൊരു സൊല്യൂഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ സൊല്യൂഷൻ കറക്റ്റായിട്ട് ഈ പ്രോബ്ലത്തിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഇല്ലയോ, എക്സാക്ട്ലി അത് പ്രോപ്പർലി വർക്ക്ഔട്ട് ആവുന്നുണ്ടോ, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ചെയ്യുക, അല്ലെങ്കിൽ വെരിഫൈ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുക. അപ്പൊ ഈ 3 മേജർ ഫാക്ടേഴ്സ് ആണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞൊരു ഫേസിൽ ചെയ്യുക. അപ്പൊ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്, ഡിസൈനിങ്, അങ്ങനെയുള്ള സൊല്യൂഷൻ ഫൈൻഡിങ്, ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡിങ്, ഓക്കെ, ഈ സ്റ്റെപ്സുകളെല്ലാം വരുന്നൊരു സ്റ്റേജ് ആണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞ ഫേസ്. നെക്സ്റ്റ് കംസ് അപ്പ് ടു ദ ഇംപ്ലിമെന്റേഷൻ ഫേസ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങാം? കോഡ് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദർ കംസ് കോൺക്രീറ്റ് സൊല്യൂഷൻസ് ആൻഡ് ടെസ്റ്റിംഗ്. ഈ കോൺക്രീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് എന്ന് പറയാം. അപ്പൊ വി ഹാവ് ടു ട്രാൻസ്ലേറ്റ് ദ അൽഗോരിതം ദാറ്റ് വി ഹാവ് ഡെവലപ്ഡ് ഇൻ ടു ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മൾ എഴുതിയിരിക്കുന്ന സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ലോജിക്കലി ആൻഡ് മീനിങ് കണക്റ്റഡ് ആയിട്ടുള്ള അൽഗോരിതത്തിനെ ഇനി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കോഡ് എഴുതാനായിട്ട് തുടങ്ങും. ചിലപ്പോൾ അത് C എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ആവാം, ചിലപ്പോൾ അത് C++ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആവാം, ചിലപ്പോൾ അത് PHP ആവാം, ചിലപ്പോൾ അത് ജാവ ആവാം. സോ ഇനിയാണ് നമ്മൾ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റിയിട്ട് നന്നായിട്ട് അറിയാം, പക്ഷെ നമുക്കൊരു ലോജിക്കും കൂടെ വേണം. ഈ രണ്ടെണ്ണം കൂടെ കണക്റ്റഡ് ആയാലേ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് കൂടുതലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ കോർഡിനേറ്റഡ് ആയാലും ഒരു എഫിഷ്യന്റ് സോഫ്റ്റ്വെയർ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് പ്രോഗ്രാം ഒരു ഔട്ട്പുട്ട് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ ഒരു പ്രോഗ്രാമർക്ക് സാധിക്കുള്ളൂ. അപ്പോൾ ഇംപ്ലിമെന്റേഷൻ ഫേസിൽ കോൺക്രീറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ അൽഗോരിതത്തിനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ കോഡ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, വി ആർ ഇംപ്ലിമെന്റിംഗ് ദ കോൺസെപ്റ്റ് ദാറ്റ് വി ഹാവ് ടൈലേർഡ് ഇൻ അവർ മൈൻഡ്. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമൻ ബീയിങ് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതിൽ എറേഴ്സ് ഉണ്ടാവും. അപ്പൊ ഞാനായാലും നിങ്ങളായാലും പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ എറേഴ്സ് സ്വാഭാവികമാണ്. അപ്പൊ അങ്ങനെ എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം? സോ വി നീഡ് ദ ഹെൽപ്പ് ഓഫ് ടെസ്റ്റിംഗ്. ഓക്കെ, അനലൈസ് എ പ്രോഗ്രാം ആൻഡ് അൽഗോരിതം ടു ഡിറ്റർമൈൻ ദ സോഴ്സ് ഓഫ് എറേഴ്സ് ആൻഡ് ദെൻ മേക്ക് കറക്ഷൻ. എവിടെ എന്ത് ചെയ്യുമ്പോഴാണ് ഒരു എറർ സംഭവിക്കുന്നത്? സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഒരു ദിവസം 100 ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഒരു ബാങ്കിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് അത് പറയാൻ സാധിക്കില്ല. കാരണം ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് നമ്മൾ റിക്വയർമെന്റ് കളക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞാൽ ഒരു ദിവസം 60 ട്രാൻസാക്ഷൻസേ സംഭവിക്കുള്ളൂ. അപ്പൊ നമ്മൾ അതിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 100 ട്രാൻസാക്ഷൻ എന്നാക്കി. പക്ഷേ ദർ മേ ബി എ ചാൻസ് ദാറ്റ് ഒരു 101ാമത്തെ ഒരു ട്രാൻസാക്ഷൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ആ സോഫ്റ്റ്വെയറിന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ, അപ്പോൾ എക്സെപ്ഷൻസ് വരാം, എറേഴ്സ് വരാം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഫേസ് ചെയ്യുക. അപ്പോൾ കോൺക്രീറ്റ് സൊല്യൂഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ 2 ഇമ്പോർട്ടന്റ് സ്റ്റേജുകളാണ് ഇംപ്ലിമെന്റേഷൻ ഫേസിലുള്ള. നെക്സ്റ്റ് ഫേസിനെയാണ് നമ്മളൊരു മെയിൻ്റനൻസ് ഫേസ് എന്ന് വിളിക്കുക. നമ്മൾ പ്രോഗ്രാം ചെയ്തു, ഡെവലപ്പ് ചെയ്തു, ഇനി അതിനെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങണം. നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന്റെ ട്രയൽ വേർഷൻസ് സോഫ്റ്റ്വെയർ മാനുഫാക്ചറിംഗ് ഫേംസ് യൂസേഴ്സിന് വിട്ടുകൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് അത് യൂസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ എക്സെപ്ഷൻസോ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് എന്തൊക്കെ വരുത്താറുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ട്രയൽ വേർഷൻസ്, ഒരു ട്രയൽസ് കൊടുക്കുക, യൂസേഴ്സിന് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മെയിൻ്റെനൻസ് ഫേസിൽ എന്താ ചെയ്യുക? ഇനി നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോഗ്രാമിനെ നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുക. സോ നമുക്ക് എക്സിക്യൂട്ട്
ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ഡിഫറെന്റ് ഹ്യൂമൻ ബീങ്സ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ലോജിക്സ് നമ്മുടെ മൈൻഡിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള എറേഴ്സോ എക്സെപ്ഷൻസോ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ യൂസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആയിട്ട് പറയുക. നെക്സ്റ്റ് ആണ് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൽ അപ്ഡേഷൻസ് വരുന്നതായിട്ട് വരും. ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഹാർഡ്വെയർ കോൺഫിഗറേഷൻസ് നമുക്ക് പല രീതിയിലുള്ള അപ്ഡേഷൻസ് ആ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ വരുത്തേണ്ടതായിട്ട് വരും, മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതായിട്ട് വരും. സോ ദർ കംസ് ഇമ്പോർട്ടൻസ് ഓഫ് ദ മെയിൻ്റെനൻസ് ഫേസ്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പർലി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിനെ മെയിൻറ്റെയിൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ എഫിഷ്യന്റ് ആക്കി മാറ്റാനായിട്ട്. ഈ 3 ഇമ്പോർട്ടന്റ് ഫേസസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ലോജിക്കിനെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആസ് എ ബിഗിനർ നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്: പ്രോബ്ലം സോൾവിംഗ് ഫേസിൽ പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നെക്സ്റ്റ് ഇംപ്ലിമെന്റേഷൻ ഫേസ് പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, മെയിൻ്റെനൻസ് ഫേസ് പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. എപ്പോഴും പ്രോബ്ലം സോൾവിംഗ് ഫേസ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള 2 ഫേസ് നമുക്ക് എന്താ പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ തിയറിറ്റിക്കലി നമ്മളിങ്ങനെ പറയുകയാണ്, നമ്മൾ ഇനി ഒരു പ്രാക്ടിക്കൽ കോൺസെപ്റ്റും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയാണ്. സോ പ്രോഗ്രാം ടു ഫൈൻഡ് വെദർ എ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൺ, അല്ലെ, ഒരു നമ്പർ ഓഡ് ആണോ ഈവൺ ആണോ എന്നുള്ളൊരു പ്രോഗ്രാം നമുക്ക് വന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് അറിയാം, നമ്മൾ അതിനെ എഴുതി വെക്കണം 1 3 5 7 is treated as an odd number as we all know, then 2 4 6 8 is treated as an even number. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമുക്ക് അറിയാം. Then there comes importance that how we are finding a number is odd or even. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്, അല്ലെങ്കിൽ 2 എന്ന് പറഞ്ഞ ഒരു ഈവൺ നമ്പർ ആണെന്ന് എങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു. സോ there comes importance of reminder. നമ്മളൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന റിമൈൻഡറിന് അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡിവൈഡ് എ നമ്പർ ബൈ 2, അല്ലെ, ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടുന്ന നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇഫ് യു ആർ ഗെറ്റിംഗ് ദ റിമൈൻഡർ ആസ് 0, then the number can be treated as an even number. 0 ആണെങ്കിൽ അതിനെ ഈവൺ നമ്പർ എന്നും, 0 അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓഡ് നമ്പർ എന്നും വിളിക്കാം. അപ്പൊ ഇതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ്. നമുക്ക് തന്നിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു ബേസ് ഈ ഒരു സ്റ്റേജിലൂടെയാണ് അത് വർക്ക്ഔട്ട് ചെയ്യാം. ദെൻ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. 4 എന്ന് പറഞ്ഞൊരു നമ്പറിനെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ നമ്പറിനെ ഞാൻ നം എന്ന് പറയുന്ന NUM എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് പാസ് ചെയ്യുന്നു. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ സഹായത്തോടുകൂടി ഈക്വൽ ടു എന്ന് പറയുന്നതാണ് നമ്മുടെ അസൈൻമെന്റ് ഓപ്പറേറ്റർ. സോ ഹിയർ ഞാൻ 4 എന്ന് പറഞ്ഞ എന്റെ നമ്പറിനെ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ആ 4നെ നം എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക്, പ്രോഗ്രാമിംഗിൽ നമ്മൾ വേരിയബിൾ എന്തിനാണ് യൂസ് ചെയ്യുക? വേരിയിങ് ആയിട്ടുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യുക, അല്ലെ, അല്ലെങ്കിൽ യൂസർ ഇൻപുട്ട് ആയിട്ട് എൻ്റർ ചെയ്യുന്ന വാല്യൂസിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുക. അപ്പോൾ ആ വേരിയബിളിലേക്ക് 4 എന്ന് പറഞ്ഞൊരു വാല്യൂവിനെ ഞാൻ പാസ് ചെയ്തു. ദെൻ മോഡ് അല്ലെങ്കിൽ മോഡുലസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്ററാണ് നമ്മൾ റിമൈൻഡർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുക. സി ദിസ് ഈസ് ദാറ്റ് ഓപ്പറേറ്റർ. പെർസെൻറ്റേജിന്റെ രൂപത്തിലായിരിക്കും അത് ഉണ്ടാവുക. ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് മോഡുലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആയിട്ട് പറയുക. അപ്പോൾ ഇത് ആക്ച്വലി സ്റ്റാൻഡ് ചെയ്യുന്നത് 4 divided by 2. അപ്പോൾ അതിന്റെ റിമൈൻഡർ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ മോഡുലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ സഹായിക്കുക. അപ്പോൾ നമുക്ക് 4 divided by 2 എന്ന് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ആൻ ഈവൺ നമ്പർ, അല്ലേ. അപ്പോൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മുടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 4 divided by 2, then റിമൈൻഡർ വിൽ ബി 0. നെക്സ്റ്റ് അടുത്തൊരു കേസ്. അപ്പൊ ഇതൊരു ടെസ്റ്റ് കേസ് ആണ്. ഇനി നമ്മൾ അടുത്ത് വേറൊരു നമ്പർ കൊടുത്ത് ടെക്സ്റ്റ് ചെയ്യണം. നമ്മൾ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്പർ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 3 എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ അസൈൻ ചെയ്തു. ഇനി അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്കൊരു റിമൈൻഡർ ഉണ്ട്, 1 എന്ന് പറഞ്ഞൊരു റിമൈൻഡർ നമുക്കുണ്ട്. അപ്പൊ ഒരു റിമൈൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാൻ പറ്റും? ഓഡ് നമ്പർ എന്ന് വിളിക്കാം. സോ നമ്മൾ പ്രോബ്ലത്തിനെ മനസ്സിലാക്കി നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് അതിനെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു കമ്പാരിസൺ നമുക്ക് നടത്തണം. കാരണം നമ്മളൊരു ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഡിസ്പ്ലേ ആയിട്ട് വരേണ്ടത്? ഇതൊരു ഈവൺ നമ്പർ ആണ്, അല്ലെങ്കിൽ ഇതൊരു ഓഡ് നമ്പർ ആണ്, നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 സ്റ്റേജുകൾ ജനറേറ്റഡ് ആവും. അപ്പോൾ ദർ കംസ് ഇമ്പോർട്ടൻസ് ഓഫ് എ കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചർ. ഇഫ് എൽസ് അതുപോലുള്ള കണ്ടീഷണൽ കൺട്രോൾ സ്ട്രക്ചറിന്റെ ആവശ്യമുണ്ട്. നമ്മളൊരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ വി ആർ കമ്പയറിംഗ് ദ റിസൾട്ട് വിത്ത് 0. അപ്പോൾ ഇഫ് ദ റിസൾട്ട് ഈസ് മാച്ചിങ് വിത്ത് 0, then it is called as a true case. ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്പർ മോഡുലസ് 2 കമ്പയറിംഗ് വിത്ത് 0. ഓക്കെ, അപ്പൊ അത് 0 ആണെന്നുണ്ടെങ്കിൽ ട്രൂ, അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. അപ്പൊ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം എന്താ? ഈവൺ നമ്പർ ആണെന്ന് പറയാം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം എന്താ? ഓഡ് നമ്പർ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള 2 സ്റ്റേജുകൾ നമ്മുടെ പ്രോഗ്രാമിങ്ങിനകത്ത് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം കൂടി നമ്മൾ മൈൻഡിൽ ടൈലർ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് തുടങ്ങുക. സി ഐ ഹാവ് സെലക്ടഡ് ദ ലാംഗ്വേജ് C ടു പ്രോഗ്രാം ദിസ് പർട്ടിക്കുലർ കോഡ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുകയാണ്. ഏറ്റവും ആദ്യം നമ്മൾ 2 ഹെഡർ ഫയൽസിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ 2 ഹെഡർ ഫയൽസിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയൽസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറെ ബിൽഡിംഗ് ഫംഗ്ഷൻസ് ഈ ലാംഗ്വേജിനകത്ത് തന്നെ ഉള്ള, ഇനി നമ്മൾ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലാംഗ്വേജിൽ ആൾറെഡി ഉള്ള കുറച്ച് ലൈബ്രറി ഫംഗ്ഷൻസ് ആയിട്ടുള്ള പ്രിന്റ്, സ്കാൻഫ്, ഗെറ്റ്, CH, CLR, SCR അതുപോലെ ഫംഗ്ഷൻസ് ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അത് അടങ്ങിയിട്ടുള്ള ലൈബ്രറീസ് എനിക്ക് ഈ പ്രോഗ്രാമിനകത്ത് ടൈലർ ചെയ്യണം.
അത് ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ അത് ടൈലർ ചെയ്യണം. സോ ഐ ഹാവ് ഇൻക്ലൂഡഡ് ദാറ്റ് 2 ലൈബ്രറീസ്. അതിനുശേഷം യൂസർ ഡിഫൈൻ ഫംഗ്ഷനായിട്ടുള്ള മെയിനിലേക്ക് നമ്മൾ പോവാണ്. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ യൂസർ ഡിഫൈൻ എന്നാണ് പറയുക. കാരണം ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഓർഡർ ഈവൻ പ്രോഗ്രാമിനകത്ത് എനിക്ക് ഇഷ്ടമുള്ള വേരിയബിൾസ് യൂസ് ചെയ്യാം, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലോജിക്സ് എനിക്ക് അതിനകത്ത് യൂസ് ചെയ്യാം. വേറൊരാൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനകത്ത് അയാൾക്ക് ഇഷ്ടമുള്ള ലോജിക്സ്, അയാൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾസ്, അയാൾക്ക് ഇഷ്ടമുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ അതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ മെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതിനുശേഷം ഞാൻ അതിനകത്ത് ഇന്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ, ഇന്റിജർ എന്ന് പറയുന്നത് ഒരു ഡാറ്റ ടൈപ്പ് എന്തിനാ, ഒരു വേരിയബിളിനകത്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന വാല്യൂ ഏത് രൂപത്തിലാണ്, അത് ഒരു 1 2 3 4 5 6 7 8 എന്ന് പറഞ്ഞുള്ള ഒരു സാധാരണ നമ്പർ ആണോ, ഇല്ല ഫ്രാക്ഷണൽ വാല്യൂസ് വരണം 1.75 2.75 അതുപോലുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് ആണോ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആണോ, ഇതൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുക. സോ ഇവിടെ നമുക്കൊരു നമ്പർ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് ഫൈൻഡ് ചെയ്യണം. അപ്പൊ നമ്മളൊരു സാധാരണ നമ്പർ ആണ് അല്ലെ, ഒരു ഇന്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽ ഞാൻ നം എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഞാൻ ആ നമ്പറിനെ റീഡ് ചെയ്യണം. സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനകത്ത് ടൈപ്പ് സ്പെസിഫയറിന്റെ സഹായത്തോടുകൂടി നം എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് അഡ്രസ് ഓപ്പറേറ്ററിന്റെ സഹായത്തോടുകൂടി, ദിസ് ഈസ് അഡ്രസ് ഓപ്പറേറ്റർ. അപ്പോൾ ആ അഡ്രസ് ഓപ്പറേറ്റർ, അപ്പോൾ മെമ്മറിയിൽ ഒരു അഡ്രസ്, ഈ വേരിയബിളിന് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു അഡ്രസ് മെമ്മറിയിൽ അസൈൻഡ് ആയിട്ടുണ്ടാവും. ആ വേരിയബിളിലേക്ക് ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ സ്റ്റോർഡ് ആവുന്നു. ദെൻ ആ നം എന്ന് പറഞ്ഞ വേരിയബിളിനകത്തുള്ള വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡുലസ് ഓപ്പറേറ്റർ വി ആർ ഓൾസോ ഫൈൻഡിങ് ദ റിമൈൻഡർ ഓഫ് ഇറ്റ്. ആ കിട്ടുന്ന റിമൈൻഡറിനെ നമ്മൾ 0 കമ്പയർ ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് മാച്ചിങ് വിത്ത് 0 ദെൻ we can definitely point out that it is an even number. Remainder 0 ആണെങ്കിൽ ഒരു ഈവൻ നമ്പർ ആണെന്ന് പറയാം. അല്ല എന്നുണ്ടെങ്കിൽ, സോ ദർ കംസ് ഇമ്പോർട്ടൻസ് ഓഫ് എൽസ് കേസ്. ആണെങ്കിൽ ഒരു കണ്ടീഷൻ വർക്ക്ഔട്ട് ആവണം, അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ വർക്ക്ഔട്ട് ആവണം. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട്. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റിനകത്തുള്ള ഈ ഒരു കോഡ് ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരിക. ദെൻ ഗിവൺ നമ്പർ ഈസ് ഓഡ്. അതിനുശേഷം നമ്മൾ ഗെറ്റ് സേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോ സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഗെറ്റ് സി എച്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആയിട്ട് വരിക. നമ്മൾ ഇത് റൺ ചെയ്യുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം, അങ്ങനെ മിന്നി പോകാനായിട്ട് പാടില്ല അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻസ് ആണ് അത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം, ഈ ഒരു യൂസർ ഡിഫൈൻ പ്രോഗ്രാം കംപ്ലീറ്റഡ് ആയി. ഇതാണ് നമ്മുടെ പ്രോഗ്രാമാറ്റിക് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുക, ഓർഡർ ഈവന്റ്. ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഡിലേക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 ഫേസുകൾ കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പ്രോപ്പർ പ്രോഗ്രാംസിനെ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാവുന്ന കുറച്ച് നോളേജ് ഷെയർ ചെയ്യണം ഓരോ വീഡിയോസിലൂടെ. നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായിട്ടും വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈക്സും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.